ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 29. യേശുവിലുള്ള നവോത്ഥാനം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. ലിയനാർഡോ ഡാവിഞ്ചി നവോത്ഥാന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക ശേഷി വിവിധ മേഖലകളിൽ പുരോഗതിക്ക് കാരണമായി. എന്നിട്ടും ലിയോനാർഡോ സങ്കടത്തോടെ എഴുതിയത്, നമ്മുടെ ഈ ദുരിത ദിനങ്ങൾ മനുഷ്യ മനസ്സുകളിൽ നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും അവശേഷിക്കുന്നില്ല എന്നാണ്. ഞാൻ ജീവിക്കാൻ പഠിക്കുകയാണ് എന്ന് കരുതി, എന്നാൽ യഥാർത്ഥത്തിൽ മരിക്കാൻ പഠിക്കുകയായിരുന്നു എന്ന് ലിയനാർഡോ പറഞ്ഞു. അദ്ദേഹം മനസ്സിലാക്കാതെ തന്നെ ഒരു സത്യം പറയുകയായിരുന്നു: എങ്ങനെ മരിക്കാമെന്ന് പഠിക്കുന്നതാണ് ജീവിതത്തിൻ്റെ വഴി. യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനം, അതായത് ഓശാന ഞായറായി ആഘോഷിക്കപ്പെടുന്നത് കഴിഞ്ഞ് യേശു പറഞ്ഞു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. യേശു തൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഇത് പറഞ്ഞത് എങ്കിലും നമ്മെ സംബന്ധിച്ചും ഇത് ശരിയാണ്. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും അവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. തൻ്റെ മരണം വഴി യേശു നമുക്ക് വീണ്ടും ജനനം വാഗ്ദത്തം ചെയ്തു. ഇതാണ് യഥാർത്ഥ നവോത്ഥാനം. പിതാവിനോടൊത്തുള്ള നിത്യജീവൻ്റെ വഴി യേശു നമുക്കായി രൂപപ്പെടുത്തി. ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യം എങ്ങനെയാണ് അളക്കുന്നത്? ഈ മൂല്യങ്ങൾ വ്യത്യസ്തപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടോ? ദൈവത്തിന് മഹത്വം.